ഈ നൃപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതസാഗരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ കൃഷ്ണനാൽ പാലിതൻ കൃഷ്ണരാമ ഹരേ. യുധിഷ്ഠിരൻ്റെ ശിബിരത്തിൽ നിന്ന് കൃഷ്ണാർജുനന്മാർ പുറപ്പെട്ടു. യുദ്ധഭൂമിയിലേക്ക് തന്നെയാണ് പുറപ്പെടുന്നത്. വലിയ ഉത്സാഹത്തോടു കൂടിയിട്ട് തന്നെയാണ് പുറപ്പെടുന്നത്. വരുന്ന വഴിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് നീണ്ടൊരു പ്രസംഗം തന്നെ നടത്തി. അർജുന, ഇനി ഇങ്ങനെ വൈകിക്കരുത്. നീ ഇന്ന് തന്നെ കർണനെ കൊല്ലണം. എന്നാലോ വലിയ ബഹുമാനത്തോടു കൂടി വേണം അത് ചെയ്യാൻ. ഒരിക്കലും കർണനെ നിന്ദിക്കരുത്. എന്താ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത്രയും പ്രതാപശാലിയും കയ്യൂക്കുമുള്ള ഒരു യോദ്ധാവ് ഈ ഭൂലോകത്തിൽ ഇല്ല, ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയും ഇല്ല. പാപിയും നീചനുമായ ദുര്യോധനൻ്റെ സഹവാസം, അയാളെ സേവിക്കാൻ പുറപ്പെട്ടതാണ് കർണന് ശരിയായ വിധത്തിൽ ശോഭിക്കാൻ കഴിയാതെ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൗരവർ ചെയ്ത ഓരോരോ പ്രവൃത്തികളെ എണ്ണി 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 കൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ അർജുനൻ്റെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി. ഭഗവാന് അവിടുത്തെ കാരുണ്യം ഞങ്ങളിൽ ഇങ്ങനെ ചൊരിയുമ്പോൾ കർണൻ എന്നല്ല, ലോകത്തിലുള്ള ഏത് യോദ്ധാവാണെങ്കിലും ശരി ഞാൻ കൊന്നിരിക്കും. അതിനെനിക്ക് സംശയമൊന്നുമില്ല. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കാത്തതായിട്ട് എന്താണല്ലേ ഭഗവാനെ എന്ന് അർജുനൻ പറയുകയും ചെയ്തു. ഈ സമയത്ത് പോർക്കളത്തിൽ ഭീമസേനൻ ശത്രുക്കളുമായിട്ട് അങ്ങനെ അതിഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഭീമന് ഓർമ്മ വന്നത്. യുധിഷ്ഠിരനെ കാണാനില്ല എന്നും പറഞ്ഞ് അന്വേഷിക്കാൻ പോയ കൃഷ്ണാർജുനന്മാരെയും ഇപ്പോൾ കാണാനില്ല. എവിടെ പോയാവോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് തൻ്റെ തേരാളിയായ വിശോകനോട് പറയുണ്ടായി. വിശോകൻ അപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് കാണിച്ചു കൊടുത്തു. ഇതാ കണ്ടുവാ, ഇതാ വരുന്നു കൃഷ്ണാർജുനൻ പറയും. മോളിൽ ആഞ്ജനേയൻ്റെ അട്ടഹാസം കേൾക്കണില്ലേ? അപ്പം തന്നെ ഭീമൻ വിശോകന് 14 ഗ്രാമങ്ങളും 20 ദാസികളെ കൊടുക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു. കർണൻ്റെ പുത്രനായ സുഷേണൻ ഉത്തമൗജസ്സിനോടാണ് എതിർത്തത്. ശിഖണ്ഡി കൃപാചാര്യനെ വിരായുധനായി കളഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത്. ഭഗവാൻ അർജുന രഥത്തെ വായുവേഗത്തിലാണ് കൗരവ പടയുടെ ഉള്ളിലേക്ക് കയറ്റിയത്. ആ സമയത്ത് ദുശാസനൻ വലിയൊരു പടയോടുകൂടി വന്ന് ഭീമസേനനോട് എതിർക്കുണ്ടായി. ഭീമൻ ഒരു ഭാഗത്ത് പരാക്രമം കാണിക്കണു, മറുഭാഗത്ത് അർജുനനും കാണിക്കണം. കൗരവ പടയെ ഛിന്ന ഭിന്നാക്കണു. ഇത് കണ്ട ദുര്യോധനന് വലിയ ദേഷ്യം വന്നു. ഉടനെ അമ്മാവനെ വിളിച്ച് ശകുനിയെ വിളിച്ചിട്ട് ഭീമസേനനെ എതിർക്കൂ എന്ന് പറഞ്ഞ് ശകുനി വലിയൊരു പടയോടുകൂടി ഭീമനോട് എതിർത്തു. ഭീമൻ ശകുനിയുടെ തേരും കുതിരകളെ നശിപ്പിച്ചു. പോരാണ്ട് മാറത്ത് 2 കൂരമ്പുകളും ചെയ്ത് കയറ്റി. ശകുനി വീണ് കിടക്കണം. മൃതപ്രായനായി കിടക്കണ ശകുനിയെ കണ്ട ദുര്യോധനൻ ദുഃഖിച്ച് ഓടി വന്ന് തേരിൽ കയറ്റി സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റുകയുണ്ടായി. കർണൻ പാണ്ഡവപ്പടയെ ആ ഭാഗത്ത് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗരവ സൈന്യത്തെ ചിന്നിച്ചെതിറിച്ച് അർജുനനും എത്തി. കർണനും അർജുനനും നേർക്കുനേർ. അപ്പോൾ ശല്യൻ പറയാണ്, കർണ, നിന്റെ ശരിയായ എതിരാളി നിന്റെ മുമ്പിൽ ഇത് എത്തിയിരിക്കുന്നു. ഇന്ദ്രദേവന്മാർക്ക് പോലും എതിർക്കാൻ കഴിയാത്ത ആ അർജുനൻ നിന്റെ മുമ്പിൽ ഇതാ നിൽക്കണു. ഈ കൗരവ സൈന്യത്തിൽ നീയല്ലാതെ അർജുനനോട് എതിർക്കാൻ പറ്റിയ ആരും തന്നെ ഇല്ല. ഈ സമയം ഒട്ടും കളയരുത്. ഇതോടുകൂടി നീ അർജുനനെ കൊല്ലണം. അത് നിനക്ക് മാത്രമേ കഴിയൂ, സംശയമില്ല. ഇത്രയും നേരം തന്നെ ചീത്ത പറഞ്ഞിരുന്ന ശല്യൻ പെട്ടെന്ന് തന്നെ അഭിനന്ദിക്കാൻ തുടങ്ങിയപ്പോൾ കർണന് വലിയ സന്തോഷം തോന്നി. അപ്പോൾ കർണൻ ശല്യനോട് പറയാ, ശല്യ, കൃഷ്ണാർജുനന്മാർ നരനാരായണന്മാരാണ് എന്ന് ഞാൻ കേട്ടേക്കണു.
എന്ത് തന്നെ ആയാലും ഞാൻ എന്നൊരു കൈ നോക്കുക തന്നെ ചെയ്യും, സംശയമില്ല. ഈ സമയത്ത് പെട്ടെന്ന് അർജുനൻ കൊന്നൊടുക്കിയതിൽ ബാക്കിയുണ്ടായിരുന്ന സംശപ്തകർ, പാഞ്ചാലർ, കാമ്പോജർ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി ഇതിൻ്റെ ഇടയിലേക്ക് വന്ന് കയറി അർജുനനോട് ഭയങ്കരമായിട്ട് എതിർക്കാൻ തുടങ്ങി. കർണപുത്രനും സത്യകിയുമായിട്ട് വലിയ എതിരായി കർണൻ്റെ ഒരു പുത്രനെ സത്യകി കൊന്നു. അപ്പോൾ കർണൻ്റെ ശ്രദ്ധ അർജുനനിൽ നിന്ന് മാറി സത്യകിയിലേക്കായി. സത്യകിയും കർണനും തമ്മിലുള്ള യുദ്ധത്തിൽ സത്യകിക്ക് സാരമായ പരിക്കുകളൊക്കെ പറ്റുണ്ടായി. ഇത് കണ്ട ശിഖണ്ഡി ഓടിയെത്തി സത്യകിയെ രക്ഷിച്ച് പിന്മാറ്റി. കർണൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആർക്കും. ആ നിലയിലാണ് കർണൻ്റെ നിൽപ്പ്. തൻ്റെ പുത്രനെ സത്യകി കൊന്നു എന്ന് വന്നപ്പോൾ ദേഷ്യപ്പെട്ട കർണൻ അതിന് ബദലായിട്ട് ദൃഷ്ട്യുദ്യുമ്നൻ്റെ പുത്രനെ കൊന്നു. ഈ സമയത്ത് ഒരിക്കൽ തോറ്റോടിപ്പോയ ദുശാസനൻ വീണ്ടും വലിയ പടയും സന്നാഹത്തോട് കൂടിയിട്ട് വന്ന് ഭീമസേനനോട് എതിർത്തു. ഭീമസേനൻ പെട്ടെന്ന് തേരിന്ന് ചാടി ഇറങ്ങി തൻ്റെ ആ വലിയ ഗതയുണ്ടല്ലോ അത് എടുത്തിട്ട് ഒരൊറ്റ ഏറ് ദുശാസനൻ്റെ തേര് പൊടിഞ്ഞു. ആ ഗത ദുശാസനൻ്റെ തലയിൽ ചെന്ന് കൊണ്ടു. ദുശാസനൻ വീണു. വേറെ ഒരാലോചന ഉണ്ടായില്ല. നേരെ ചെന്ന് തലമുടി ചുറ്റിപ്പിടിച്ച് ചവിട്ടിയിട്ട് വാളൂരി ദുശാസനൻ്റെ നെഞ്ഞത്തങ്ങോട്ട് കയറ്റി. ചുടുചോര തിളച്ച മാതിരിയ പുറത്തേക്ക് വരട്ടെ. ഭീമസേനൻ ആ ചോര അങ്ങോട്ട് കുടിച്ചിട്ട് ഭദ്രകാളിയുടെ മാതിരി ആ യുദ്ധഭൂമിയിൽ കിടന്നിട്ട് അങ്ങനെ അട്ടഹസിക്കാൻ തുടങ്ങി. കണ്ടവർക്ക് പേടിയായി. പലരും പറയണ്ടായി, ഇത് മനുഷ്യനല്ല രാക്ഷസനാണെന്ന്. ഈ ഭദ്രകാളി നൃത്തം കണ്ട ആർത്തരായിട്ട് പട ഓടുമ്പോൾ അതിലുള്ള ചിത്രസേനയും സൈന്യത്തെയും ഉത്തമൗസു തടഞ്ഞു. എന്നിട്ട് അവിടെ ഒരു യുദ്ധം നടന്നു. അതിൽ ചിത്രസേനനും സൈന്യവും നശിപ്പിക്കപ്പെട്ടു. ഭീമസേനൻ പിന്നെയും ആ ഭദ്രകാളി നൃത്തം ചെയ്തുകൊണ്ട് പോണത് കൃഷ്ണാർജുനന്മാരുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ, ഞാൻ എൻ്റെ പ്രതിജ്ഞ നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നൃത്തമാടുകയാണ്. ഇത് കണ്ടപ്പോൾ അർജുനൻ കൃഷ്ണനോട് ഇത് എന്താ അത് എന്ന് ചോദിച്ചു. കൃഷ്ണൻ പറഞ്ഞു, എന്നെ തൊട്ടൊന്ന് നോക്കൂ. അപ്പോൾ സാക്ഷാൽ ഭദ്രകാളി തന്നെയാണ് ഭീമസേനനിൽ ആവേശിച്ച് അവിടെ ചുടല നൃത്തം ചെയ്യുന്നത്. ഇത് കണ്ട അർജുനൻ തൊഴുകയ്യോടെ നിന്നു. തൻ്റെ പ്രിയപ്പെട്ട അനുജൻ ദുശാസനൻ്റെ മരണം കണ്ട ദുര്യോധനൻ ആർത്ത് വിളിച്ച് കരയാൻ തുടങ്ങി. കൃപാചാര്യനും അശ്വത്ഥാമാവും ഒക്കെ ഓടിയെത്തി ദുര്യോധനനെ സമാധാനിപ്പിക്കും. തങ്ങളുടെ ജ്യേഷ്ഠനായ ദുശാസനെ കൊന്നത് കണ്ടിട്ട് കൗരവരിലെ ഒരു 10 പേര്, നിശങ്കി, പാശി, കവചി, ദണ്ഡാധരൻ, അനുഗ്രഹൻ, അലോലുപൻ, സഹൻ, ഷണ്ഠൻ, വാദവേശൻ, സുവർച്ചൻ, അങ്ങനെ 10 പേരാണ് വന്ന് എതിർത്തത്. ഭദ്രകാളി ആവേശിച്ച് നിൽക്കുന്ന സമയത്ത് ഭീമസേനനെയൊക്കെ ഇവരെ കൊണ്ട് തടുക്കാൻ പറ്റുമോ? 10 നിമിഷം 10 എണ്ണവും തീർന്നു. ആ രൗദ്രഭീമൻ ആ 10 തലകളും യുദ്ധഭൂമിയിൽ ഇട്ട് ഉരുട്ടി ചവിട്ടിയാണ് നൃത്തം ചെയ്തിരുന്നത്. ആ 10 തലകളും തട്ടിക്കൊണ്ട് അട്ടഹാസം മുഴക്കി യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ആ ഭീമസേനൻ്റെ കാഴ്ച കണ്ട കർണം പോലും പരിഭ്രമിച്ചു അത്രേ. കൗരവ പട ആകെ ചിന്നിച്ചിതറി. എന്തൊക്കെ പറഞ്ഞ് കൂട്ടി നിർത്താൻ നോക്കിയിട്ടും യാതൊരു സാധ്യതയില്ല. ഭഗവാനെ, എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എല്ലാവർക്കും നൽകി കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.